ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മേക്ക് വിത്ത് ഋഷു. ഇന്ന് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ഡെസ്ക്ടോപ്പ് കലണ്ടറാണ്. ന്യൂ ഇയർ ഒക്കെ വരുമല്ലേ, നമുക്ക് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് ഇഷ്ടമുള്ള പിക്സ് ഒക്കെ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്വന്തമായിട്ട് ഫോണിൽ തന്നെ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ക്യാൻവ ആപ്പാണ് യൂസ് ചെയ്യുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ആപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പം അവിടെ സെർച്ച് ബട്ടണിൽ A4 ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം എന്താ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മുടെ സ്ക്രീനിൽ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ടൊരു 3 ലൈൻസ് കണ്ടോ, അത് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പം ഫോമാറ്റ് എന്ന ഹെഡിങ്ങിൻ്റെ താഴെ A4 ഡോക്യുമെൻ്റ് എന്ന് സെലക്ട് ചെയ്തിട്ട് അപ്ലൈ കൊടുക്കണം. അപ്പം എന്താ ഇങ്ങനൊരു ഇൻ്റർഫേസ് കിട്ടും. ഇനി നമുക്ക് ക്രിയേറ്റ് ബ്ലാങ്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്രിയേറ്റ് ബ്ലാങ്ക് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. ഇങ്ങനെ വരുമ്പം ബാക്ക് അടിച്ചു കൊടുക്കണം. അപ്പം എന്താ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. പിന്നെ റൈറ്റ് സൈഡിൽ ബോട്ടമായിട്ട് 4 സ്ക്വയർസ് കണ്ടില്ലേ, അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് പേജസ് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് എന്തോരം പേജസ് ആവശ്യമുണ്ടോ അത്രയും പേജസ് നമുക്ക് ആഡ് ചെയ്തെടുക്കാം. ഞാനൊരു 3 പേജസ് ആഡ് ചെയ്തിട്ട് ബാക്ക് ബട്ടൺ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം എന്താ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. കേട്ടില്ലേ, 3 A4 സൈസ് പേജസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് സൈഡിൽ ബോട്ടമിൽ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുമ്പം ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. അപ്പോൾ അതിൽ താഴെ എലമെൻറ്റ്സ് സെലക്ട് ചെയ്തിട്ട് ടോപ്പിൽ സെർച്ചിൽ ഞാൻ ലൈൻ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എന്താ ലൈൻ വരും. ഞാൻ ലൈൻ ക്ലിക്ക് ചെയ്യുമ്പം സെൻറ്റർ പോർഷനിൽ തന്നെ ഒരു ലൈൻ വന്നില്ലേ, അപ്പം ഞാൻ അത് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും സ്ട്രെച്ച് ചെയ്തിട്ട് ഞാൻ ആ പേജ് രണ്ടാക്കി. കാരണം ഒരു പേജിൽ ഞാൻ 2 മന്ത്സാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ഞാനത് ഈക്വലി സെപ്പറേറ്റ് ചെയ്തതാണ്. ഇനി സെക്കൻഡ് പേജ് എടുത്തിട്ട് ബോട്ടമിൽ പ്ലസ് ബട്ടൺ ചെയ്തിട്ട് ഞാനതിലേക്ക് നമുക്കിഷ്ടമുള്ള 2024 കലണ്ടർ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിഷ്ടമുള്ള ഫോമാറ്റ് സെലക്ട് ചെയ്യാം കേട്ടോ. ഇതിൽ പ്രോ ഓപ്ഷൻസ് ഉണ്ട്, അത് പെയ്ഡാണ്, അതെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഫ്രീ ആയിട്ട് ഒത്തിരി കലണ്ടേഴ്സ് ഉണ്ട്. ഞാൻ ഈ ഒരു കലണ്ടർ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് പേജ് നമ്മൾ ലൈൻ കൊടുത്തു, സെക്കൻഡ് പേജ് കലണ്ടർ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫസ്റ്റ് പേജിലേക്കാണ് പോകുന്നത്. നമ്മുടെ കലണ്ടർ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് പേജിലെ ആ പേജിലേക്ക് ഞാൻ കളർ ചെയ്യുന്നുണ്ട്. നടുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ കളർ ഓപ്ഷൻ വരും. അതിൽ നിന്ന് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു കളറാണ് ചൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാം. നടുക്ക് ക്ലിക്ക് ചെയ്യുമ്പം ലെഫ്റ്റ് സൈഡിൽ ബോട്ടം പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പം താഴെ ഓപ്ഷൻസിൽ നിന്ന് ഗാലറി സെലക്ട് ചെയ്യണം. ഗാലറി സെലക്ട് ചെയ്യുമ്പം നമ്മുടെ ഗാലറിയിലേക്ക് പോകും. അവിടെ നിന്ന് നമുക്ക് ഏത് ഫോട്ടോസാണോ ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്തെടുക്കാം. അപ്പം എന്താ ഞാൻ എൻ്റെ ഫസ്റ്റ് ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം എന്താ അത് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ആ 4 കോർണറിലും ഒരു സർക്കിൾ ഉണ്ടല്ലേ, അതിൽ പ്രസ് ചെയ്ത് മൂവ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് റീസൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഒന്ന് റീസൈസ് ഒക്കെ ചെയ്ത് കറക്റ്റായിട്ടൊന്നും കൊണ്ട് പ്ലേസ് ചെയ്യാണ്. ഫസ്റ്റായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് ഒന്ന് പ്രിൻ്റ് എടുത്ത് നോക്കാം. കാരണം നമുക്ക് സൈസ് നമ്മളൊരു ഊഹത്തിനാലോ ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഇത് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്ലേസ് ചെയ്യുന്നത്. ഇനി ഞാൻ ചെയ്യുന്നത് ആ ബ്ലാങ്ക് ആയിട്ടുള്ള 3rd പേജിലേക്ക് ഞാൻ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിസൈൻസിൽ പോയിട്ട് സെർച്ചിൻ്റെ അവിടെ 2024 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കാണ്. കാരണം 2024 ഒരു നല്ല ഫോമാറ്റ് നമ്മുടെ കലണ്ടറിൽ സൈഡിൽ പ്ലേസ് ചെയ്യാനായിട്ട് ഞാൻ നോക്കിയെടുക്കുകയാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഫോമാറ്റ് ഞാനൊരു 3rd പേജിലേക്കൊന്ന് സെലക്ട് ചെയ്തെടുക്കുവാണ്. ഞാൻ ഈ ഒരു ഫോമാറ്റിലാണ് എടുത്തേക്കുന്നത്. 2024 മാത്രം ക്ലിക്ക് ചെയ്യുക. അപ്പം മുകളിലൊരു 3 ഡോട്ട്സ് വന്നില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം താഴെ കോപ്പി ബട്ടൺ വരും, കോപ്പിയിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരെ നമ്മുടെ കലണ്ടർ ചെയ്യുന്ന പേജിലേക്ക് പോവുക. എന്നിട്ട് അവിടെ പോയി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം 3 ഡോട്ട്സ് വരും, അതിൽ ക്ലിക്ക് ചെയ്യുമ്പം താഴെ പേസ്റ്റ് ബട്ടൺ വരും, കണ്ടില്ലേ. അപ്പം നമുക്കതിന് റീസൈസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് സൈഡിലോ ഇല്ലെങ്കിൽ നേരെ തന്നെ ടോപ്പ് പോർഷനിലോ വെക്കാം. ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് സൈഡിലാണ് വെക്കുന്നത്. ഞാൻ ആ ഫോട്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ 2024 പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ മാറ്റാം കേട്ടോ. 2024 ക്ലിക്ക് ചെയ്ത് താഴെ കളർ മാറ്റിയാൽ മതി. അങ്ങനെ കളർ ചെയ്യാം. ഞാൻ ഈ ഒരു കളർ തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് കലണ്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമുക്കിത് പ്ലേസ് ചെയ്തിട്ട്
ഫോട്ടോസും ഡേറ്റും ഒക്കെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ട് നമ്മുടെ കലണ്ടറുള്ള പേജിലേക്ക് പോവുക. എന്നിട്ടൊന്ന് സൂം ചെയ്യുക. എന്നിട്ട് ജാനുവരിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സെലക്ട് ആയിട്ടുണ്ട്. അപ്പം മേളിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പം താഴെ സെലക്ട് മൾട്ടിപ്പിൾ എന്ന ഓപ്ഷൻ കണ്ടില്ലേ? അപ്പോൾ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഓരോന്നും സെലക്ട് ചെയ്തെടുക്കണം. ഇത് കുറച്ച് ക്ഷമയുള്ള പണിയാണ്. ജാനുവരി, അത് കണക്ക് ഡേറ്റ്സ്, നമ്പേഴ്സ് എല്ലാം ഓരോന്നും നിന്നും ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തെടുക്കണം. എനിക്കിപ്പം ആ ഔട്ട്ലൈൻ പോർഷനും വേണം. അതായത് ജനുവരിയും നമ്പേഴ്സും ഒക്കെ ഉള്ള ഔട്ട്ലൈൻ ഇല്ലേ, അതും കൂടെ വേണം, ആ വൈറ്റ് പോർഷൻ. അതുകൊണ്ട് ഞാൻ അതും കൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്പേഴ്സും മാത്രം മതിയെങ്കിൽ നമ്പേഴ്സ് മാത്രം സെലക്ട് ചെയ്തെടുത്താൽ മതി. ആ പോർഷൻ വേണമെന്നില്ല. എനിക്കതും വേണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നിട്ട് താഴെ കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരെ നമ്മൾ കലണ്ടർ ചെയ്യുന്ന പേജിലോട്ട് പോകുക. കലണ്ടർ ചെയ്യുന്ന പേജിൽ പോയിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഡോട്ട് വരും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താ നമ്മുടെ കലണ്ടർ വന്നു. ഇനി നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ട് റീസൈസൊക്കെ ചെയ്യാം. റീസൈസ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ആ ഫോട്ടോയോടൊപ്പം തന്നെ ഞാൻ റീസൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റീസൈസൊക്കെ ചെയ്ത് കഴിയുമ്പം പിന്നെ നമുക്കതിൽ ഏതെങ്കിലും എലമെൻറ്റ്സ് മാറ്റണമെങ്കിൽ മാറ്റാം. ഞാൻ ജാനുവരി കുറച്ചുകൂടെ ഒന്ന് ഹെഡിങ് അല്ലേ, കുറച്ചുകൂടെ ഒന്ന് സൈസ് കൂട്ടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂട്ടുണ്ടെങ്കിൽ അത് എനിക്കത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം ജാനുവരിയിൽ മാത്രം ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എൻലാർജ് ചെയ്താൽ മതി. അപ്പം ജാനുവരി ജസ്റ്റ് ഒന്ന് സൈസ് കൂടും. ഇനി ഞാൻ ചെയ്യുന്നത് സൺഡേയ്സൊക്കെ നമ്മൾ റെഡ് കളേഴ്സിലല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഒരു നമ്പറിൽ ക്ലിക്ക് ചെയ്യുക, 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം താഴെ സെലക്ട് മൾട്ടിപ്പിൾ വരും. അതിൽ നിന്ന് സൺഡേ ഉള്ള ഡേറ്റൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ട് പിന്നെ അതിന് കളേഴ്സ് എടുത്തിട്ട് റെഡ് കളർ കൊടുക്കുകയാണ്. കണ്ടില്ലേ? പിന്നെ ജാനുവരി ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ അതിനായിട്ട് താഴത്തെ ആഡ് ഓപ്ഷൻ ഞെക്കിയാൽ നമുക്ക് ഫ്ലവേഴ്സ് അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം ഒരു ഫ്ലവർ ആഡ് ചെയ്ത് കാണിച്ചു തരാം. അത് ലെഫ്റ്റ് സൈഡിൽ ബോട്ടം കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഡിസൈൻസിൽ പോയിട്ട് ഫ്ലവർ എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഡിസൈൻ ബട്ടൺ അല്ല, താഴെ എലമെൻറ്റ് സെലക്ട് ചെയ്തിട്ട് സെർച്ചിൽ ഫ്ലവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം എന്താ ഇങ്ങനെ ഒത്തിരി ഫ്ലവേഴ്സ് വരും. നമുക്കിഷ്ടമുള്ളത് പ്രോ എടുക്കാൻ പറ്റില്ല കേട്ടോ, അല്ലാതെ ഉള്ളത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു ഫ്ലവറാണ് സെലക്ട് ചെയ്തെടുത്തേക്കുന്നത്. അതും ഇങ്ങനെ വന്ന് നമുക്ക് റീസൈസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളിടത്തുനിന്ന് ഡിസൈൻ വെച്ച് കൊടുക്കുക, എവിടെ ചേരുമെന്ന്. ഞാൻ ഇങ്ങനെ വെച്ച് നോക്കുക. അവസാനം ഞാൻ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫോട്ടോയുടെ ബോട്ടം പോർഷനിലാണ് വെക്കുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിലും താഴെ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പം ഈ എലമെൻറ്റ്സിൽ തന്നെ ഞാൻ ഹാർട്ടെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു ഹാർട്ട് സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് സൈസ് റെഡ്യൂസ് ചെയ്തിട്ട് എനിക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട ഡേറ്റിൽ കൊണ്ട് പ്ലേസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ്സൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഹാർട്ട് തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കണമെങ്കിൽ അങ്ങനെ ആകാം. ഞാനിപ്പം ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. അപ്പം ഞാൻ ഒരു മന്ത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കണക്ക് തന്നെ നെക്സ്റ്റ് മന്ത് ചെയ്യാം. അതിനായിട്ട് നെക്സ്റ്റ് ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ പോയിട്ട് ഫോട്ടോസ് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ സെക്കൻഡ് ഫോട്ടോ ഞാൻ ഇതാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അത് റീസൈസ് ചെയ്ത് നമ്മുടെ സെക്കൻഡ് മന്ത് കലണ്ടർ ചെയ്യുന്ന പോർഷനിൽ കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സിമിലർ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ജാനുവരി ചെയ്ത അതേ എലമെൻറ്റ്സ് ഒക്കെ ഞാൻ ഇത് യൂസ് ചെയ്യുന്നു. അപ്പം ഞാൻ അതിൻ്റെ സെപ്പറേറ്റ് പോയി എടുക്കുന്നില്ല. 2024 ക്ലിക്ക് ചെയ്യുമ്പം മുകളിലൊരു ആഡ് ഓപ്ഷൻ കണ്ടില്ലേ? ഒന്നുകൂടെ കാണിക്കാം. 2024 ക്ലിക്ക് ചെയ്യുമ്പം മുകളിൽ സെക്കൻഡ് ഒരു ആഡ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡബിളായിട്ട് കിട്ടും. കണ്ടോ? ഒരെണ്ണം കൂടെ സെയിം കിട്ടും. അപ്പം നമുക്ക് സൈസ് ഒന്നും ഡിഫറെൻ്റ് ആകില്ല. നമുക്ക് അത് കണക്ക് തന്നെ ചെയ്യാം. ഞാൻ ഫ്ലവറും അത് കണക്ക് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ? എന്നിട്ട് അതേ പൊസിഷനിൽ വെക്കാം. പക്ഷേ മന്ത് നമ്മൾ പിന്നെയും നമ്മുടെ കലണ്ടറിൻ്റെ കോളത്തിൽ പോയിട്ട്
കലണ്ടറിൻ്റെ പേജിൽ പോയിട്ട് ഫെബ്രുവരി സൂം ചെയ്തിട്ട് നേരത്തെ പോലെ തന്നെ ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെലക്ട് മൾട്ടിപ്പിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓരോന്നും സെലക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് താഴെ കോപ്പി കൊടുക്കുക. തിരിച്ച് മറ്റേ പേജിൽ വന്ന് പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്തെടുക്കാം. ഫെബ്രുവരി കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ കലണ്ടർ മേക്കിംഗ് പേജിൽ പോയിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പം 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. മുകളിൽ കാണുന്ന ദെൻ പേസ്റ്റ് ചെയ്യുക. നേരത്തെ പോലെ തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള പ്ലേസിൽ അത് പ്ലേസ് ചെയ്തിട്ട് റീസൈസ് ചെയ്ത് കൊടുക്കുക. അത് കണക്ക് തന്നെ നമ്മുടെ ഹെഡിങ്, അതായത് ഫെബ്രുവരി ഒന്ന് സൈസ് ഇതിനെക്കാട്ടി കുറച്ചുകൂടെ സൈസ് കൂട്ടി കൊടുക്കാം. പിന്നെ അത് കണക്ക് തന്നെ നമ്മുടെ സൺഡേസൊക്കെ റെഡ് കളർ കൊടുക്കണം. അതിനായിട്ട് സൺഡേയിൽ ഒരു നമ്പർ സെലക്ട് ചെയ്യുക. 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. സെലക്ട് മൾട്ടിപ്പിൾ അടിക്കുക. എന്നിട്ട് സൺഡേസിലെ ഡേറ്റ്സ് ഒക്കെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബാക്കിൽ പോയിട്ട് കളേഴ്സ് എടുക്കുക. കണ്ടില്ലേ, താഴെ കളേഴ്സ് എടുക്കുക. റെഡ് കളർ കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ കലണ്ടർ റെഡി ആയിട്ടുണ്ട്. ഇത് കണക്ക് തന്നെ നിങ്ങൾക്ക് എല്ലാ പേജസും ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് എല്ലാം ചെയ്തെടുക്കാം. സിമ്പിളാണ് ചെയ്തെടുക്കാൻ. ഇനി ഇത് നമുക്ക് സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. മുകളിലൊരു ഇൻവേർട്ടഡ് ആരോ ഉണ്ടല്ലേ, സ്ക്രീനിൽ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഒരു ഇൻവേർട്ടഡ് ആരോ ഉണ്ട്. ആ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതാ പെട്ടെന്ന് നമ്മുടെ കലണ്ടർ മേക്ക് ചെയ്ത പേജ് ഡൗൺലോഡ് ആയി കിട്ടും. ഇത് നമുക്കിനി പ്രിൻ്റ് എടുക്കേണ്ടത് ഷോപ്പിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ ഒരു ക്ലാരിറ്റി കുറവില്ലാതെ നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മന്തും ചെയ്തെടുക്കാം. അപ്പം സിമ്പിളല്ലേ ചെയ്തെടുക്കാൻ. ഇത് ഞാൻ വേറൊരു ഫോർമാറ്റ് ചെയ്ത കംപ്ലീറ്റ് കലണ്ടറാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.